ഈ വികസിത കേരളം കൺവെൻഷൻ 30 കേന്ദ്രത്തിൽ നടന്നിട്ടുണ്ട്. ഇത് 21-ാം തീയതി മുതൽ 10-ാം തീയതി മെയ് വരെ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ഇത് എന്തിനാണെന്ന് ചോദിച്ചാൽ 4 കോടി മലയാളികളുടെ വികസനം, അവരുടെ ക്ഷേമം BJPയുടെ ലക്ഷ്യമായിട്ട് നമ്മളെല്ലാവരും ഒരു എഗ്രിമെന്റിൽ വരാൻ ആണ് ഈ വികസിത കേരളം കൺവെൻഷൻ. ഞാൻ ഈ ചുമതല എടുത്ത ആ ദിവസം സംസ്ഥാന കൗൺസിൽ മീറ്റിംഗ് അംഗങ്ങളുടെ മുന്നിൽ പറഞ്ഞതാ ഒരു കാര്യം. ഈ നാട്ടിൽ മാറ്റം വരണം, നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നു, ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ മാറ്റം കൊണ്ടുവരാൻ നമുക്ക് അധികാരത്തിൽ വന്നാൽ മാത്രമേ ഇത് കഴിയുള്ളൂ, നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് മാറ്റം കൊണ്ടുവരാൻ അധികാരത്തിൽ വരാനാണ് നമ്മുടെ ദൗത്യം. ഇത് ചെയ്തവരെ ഞാൻ ഇവിടെ പോവില്ല എന്ന് അന്ന് ഞാൻ പറഞ്ഞു, ഇന്നും പറയും. BJPയെ അധികാരത്തിൽ കൊണ്ടുവരാൻ നമ്മളെല്ലാവരും നമ്മുടെ ഒരു ദൗത്യമായിട്ട് കാണണം. ഇത് പൂർത്തീകരിച്ചിട്ട് മാത്രമേ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ പോകുന്നുള്ളൂ. ഞാൻ ഇവിടുന്ന് മടങ്ങി പോകാൻ പോകുന്നു. അപ്പോൾ വികസിത ഭാരതം എന്ന ഒരു മുദ്രാവാക്യവും ഒരു മൊമെന്റമും ഒരു മൂവ്മെന്റ് നരേന്ദ്രമോദിജി ഡൽഹിയിൽ അവതരിപ്പിച്ചു. ജനങ്ങൾ ലോകത്തിലെല്ലാവരും അത് കേട്ട് കണ്ട് മനസ്സിലാക്കിയിട്ട് ഈ ഇന്ത്യ മുമ്പോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോന്റെ എൻഡിൽ പറഞ്ഞ പോലെ എന്താണ് നമ്മുടെ കേരള നാട് ഇങ്ങനെ മുമ്പോട്ട് പോകാത്തത്? ആ പ്രശ്നത്തിന്റെ ഒരു ഉത്തരമാണ് വികസിത കേരളം കാഴ്ചപ്പാട്, BJP NDAന്റെ വികസിത കേരളം കാഴ്ചപ്പാട്. അപ്പോ എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി ഒരു വികസിത കേരളം എന്ന് പറയുമ്പോൾ ഇത് മുദ്രാവാക്യം മാത്രമല്ല, ഇത് പാർട്ടിയുടെയും എല്ലാ പ്രവർത്തകരുടെയും ഒരു ദൗത്യവും ലക്ഷ്യമാണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പോ ഈ വികസിത കേരളം എന്ന ഒരു ലക്ഷ്യം, അതിനെക്കുറിച്ച് ഒരു 3 കാര്യങ്ങൾ ഞാൻ മുമ്പോട്ട് വെക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, വികസനം. ഞാൻ ഇത് തിരുവനന്തപുരം ഇലക്ഷന്റെ സമയത്ത് ആദ്യമായിട്ട് പറഞ്ഞപ്പോൾ എന്നോടൊരു മാധ്യമക്കാരൻ സുഹൃത്ത് മൈക്കിട്ട് പറഞ്ഞു, വികസനം ഇവിടെ എത്രയോ കാലമായിട്ട് കേൾക്കുന്ന ഒരു വാക്കാണല്ലോ വികസനം. അത് ലെഫ്റ്റും പറഞ്ഞിട്ടുണ്ട്, കോൺഗ്രസും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇഷ്യൂ. BJP NDAന്റെ ഒരു കാഴ്ചപ്പാട്, വികസനത്തിന്റെ കുറച്ചൊരു കാഴ്ചപ്പാട്, ജനങ്ങളുടെ കഷ്ടങ്ങൾ പരിഹരിക്കാവുന്നൊരു വികസനം, യുവാക്കളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനൊരു വികസനം ആണ് നമ്മൾ പറയുന്ന വികസനം. ഈ ജനാധിപത്യ സംവിധാനത്തിൽ, ഡെമോക്രാറ്റിക് സെറ്റപ്പിൽ എല്ലാ 5 കൊല്ലം ഒരാളോ ഒരു വോട്ടർ വോട്ട് കൊടുക്കാൻ പോകുമ്പോൾ എന്ത് വിചാരിച്ചിട്ടാണ്, എന്ത് ചിന്തിച്ചിട്ടാണ് അത് വോട്ട് കൊടുക്കുന്നത്? അതന്നെ ഒരു ബേസിക് ജനാധിപത്യ സംവിധാനത്തിന്റെ ഒരു ബേസിക് ആസ്പെക്ട്. അത് ജനങ്ങൾ ചെയ്യുന്നത് അവരുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസം കൊണ്ടുവരാൻ ആരാണ് ചെയ്യാൻ പോകുന്നത്? അധ്വാനവും കഴിവും ആർക്കാണ്? ഏത് പാർട്ടിയാണ് ജനങ്ങളുടെ കഷ്ടങ്ങൾ പരിഹരിക്കാൻ അവരുടെ പ്രോഗ്രാമോ സ്കീമോ അവരുടെ ഒരു വാഗ്ദാനം? ഏത് പാർട്ടിയാണ് പുരോഗതി, വികസനം, കുട്ടികൾക്ക് വേണ്ടി ഒരു പുതിയ ഭാവി ഉണ്ടാക്കാൻ പോകുന്ന ഒരു പാർട്ടി? ഇതെല്ലാം വിചാരിച്ചിട്ടാണ് വോട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ കഴിഞ്ഞ 10, 15 കൊല്ലം, 20 കൊല്ലം ഈ ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾ കോൺഗ്രസിന് അവസരം കൊടുത്തിട്ടുണ്ട്,
LDF-ന് അവസരം കൊടുത്തിട്ടുണ്ട്, BJP NDA-ക്കും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ജനങ്ങൾ ഈ അവസരം കൊടുക്കുമ്പോൾ ഏത് പാർട്ടി എന്ത് ചെയ്തു എന്ന് ഞാൻ മുമ്പോട്ട് വയ്ക്കാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ആദ്യം നമുക്ക് കോൺഗ്രസ് നോക്കാം. 65-70 കൊല്ലമായിട്ട് ഈ നാടിനെയും ഈ രാജ്യത്തിനെയും ഭരിച്ച ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. അത് വിടും, പണ്ട് കാലത്തെ കോൺഗ്രസിന് വിടും. 2004 ഒരു 20 കൊല്ലം മുമ്പ് 2004 അടൽ ബിഹാരി വാജ്പേയി നല്ലൊരു സ്ട്രോങ് ഇക്കോണമി വെച്ച് ഉണ്ടാക്കിയൊരു സ്ട്രോങ് ഇക്കോണമിന് ജനങ്ങൾ തീരുമാനിച്ചു, ഇല്ല ഇനി ഒരു ചാൻസ് കോൺഗ്രസിന് കൊടുക്കണം. 2004 കോൺഗ്രസിന് ഒരു മാൻഡേറ്റ് കിട്ടി. 2004 മുതൽ 9 ആ കോൺഗ്രസ് സർക്കാർ ഭരിച്ച കോൺഗ്രസ് സർക്കാരിന് പിന്തുണ ആരാണ് കൊടുത്തത്? CPM. എത്ര മന്ത്രി കേരള നാട്ടിൽ നിന്ന് എത്ര മന്ത്രികൾ ഉണ്ടായിരുന്നു ആ ഗവൺമെന്റിൽ? 10 കൊല്ലം 8 മന്ത്രികൾ. എന്നിട്ട് എന്താ നടന്നത്? ആ 10 കൊല്ലം ജനങ്ങളെ വിശ്വസിച്ചിട്ട് ഒരു മാൻഡേറ്റ് കൊടുത്തപ്പോൾ കോൺഗ്രസ് പാർട്ടി കേരളത്തിന് വേണ്ടി എന്ത് ചെയ്തു, ഇന്ത്യക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് നമുക്ക് ഓർമ്മ വയ്ക്കണം, എല്ലാവരും ഓർമ്മിപ്പിക്കണം. അവര് അഴിമതി 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 അഴിമതി, ഒരു നോൺ സ്റ്റോപ്പ് അഴിമതി. ഇൻഡിപെൻഡന്റ് ഇന്ത്യന്റെ ഹിസ്റ്ററി ചരിത്രത്തിൽ കാണാത്തൊരു അഴിമതി. 2G, കോൾഗേറ്റ്, ഹെലികോപ്റ്റർ, ഡിഫൻസ്, എവിടെ നോക്കിയാലും അഴിമതി. എന്നിട്ട് 2004 ഒരു സ്ട്രോങ് ആയ ഇക്കോണമിനെ 2014 എവിടെ കൊണ്ടുവിട്ടു? ലോകത്തിന്റെ 5 ഏറ്റവും ദുർബലമായ ഇക്കോണമിയിൽ 1-ാം നമ്പറിലായിരുന്നു ഇന്ത്യ. ഈ 10 കൊല്ലം കോൺഗ്രസിന്റെ ഭരണം. തൊഴിലില്ലായ്മ റെക്കോർഡ്, വിലക്കയറ്റം റെക്കോർഡ്, നിക്ഷേപം എന്ന് പറഞ്ഞതെല്ലാം ഓടി മടങ്ങിപ്പോന്നു ഇന്ത്യ വിട്ടിട്ട്. അപ്പോ ജനങ്ങൾ ഒരു മാൻഡേറ്റ് കൊടുത്തപ്പോൾ കോൺഗ്രസ് ഇതാണ് ചെയ്തത്. നമ്മുടെ ഒരു കോണ്ടെക്സ്റ്റിൽ, നമ്മുടെ നാടിന്റെ ഒരു കോണ്ടെക്സ്റ്റിൽ ആ 10 കൊല്ലത്തില് 8 കോൺഗ്രസ് മിനിസ്റ്റേഴ്സ്, സെൻട്രൽ മിനിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. അവർ ഒരു ചുക്കും ചെയ്തില്ല കേരളത്തിൽ. ഒരു റെയിൽവേ ലൈനോ ഒരു പോർട്ടോ ഒരു ഹൈവേയോ ഏതെങ്കിലും ഒരു പദ്ധതിയോ ഒന്നും കൊണ്ടുവന്നില്ല. ഇതായിരുന്നു 10 കൊല്ലം കോൺഗ്രസ് കിട്ടിയ മാൻഡേറ്റ്. അവർ എന്ത് ചെയ്തു എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. 2014 തീരുമാനിച്ചു, ഇത് മതി, അടുത്തു, ഇനി വേണ്ട. നരേന്ദ്രമോദിജിക്ക് ഒരു അവസരം കൊടുത്തു. കഴിഞ്ഞ 10 വർഷത്തിനിടെ ഇന്ത്യ കൈവരിച്ച വലിയ കുതിപ്പ് ലോകത്തിലെ എല്ലാവർക്കും അറിയാം, എല്ലാ മലയാളികൾക്കും അറിയാം, ഇന്ത്യ മൊത്തം എല്ലാവർക്കും അറിയാം. ആ ദുർബലമായ ഇക്കോണമിയെ എടുത്ത് ഇന്ന് ലോകത്തിന്റെ 4-ാം നമ്പർ ഇക്കോണമി ആക്കി വെച്ചിരിക്കുകയാണ് നരേന്ദ്രമോദി. കർഷകർക്ക് വേണ്ടി കർഷക സൂയിസൈഡ് എന്ന് പറഞ്ഞ ഒരു കാര്യം ഇന്ത്യ എല്ലാ ദിവസവും എല്ലാ സമയത്തും കേൾക്കുന്ന ഒരു ഇന്ന് നരേന്ദ്രമോദിജി കർഷകർക്ക് വേണ്ടി ഫസൽ ബീമ യോജന, കർഷകർക്ക് വേണ്ടി പ്രീ ക്രോപ്പിന്റെ ഒരു ഫണ്ട്, എത്രയോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പദ്ധതികൾ ആഫ്റ്റർ പദ്ധതി, ആയുഷ്മാനാണോ, വീടാണോ, മുദ്രാ ലോണാണോ, സ്വാനിധിയാണോ, ഇത് ഒരു മാൻഡേറ്റ് കിട്ടിയ ഒരു അവസരം കിട്ടിയപ്പോൾ ഇതാണ് നരേന്ദ്രമോദിജി ചെയ്തത്. കോൺഗ്രസിന് കിട്ടിയ സമയം 10 കൊല്ലം അവരും കിട്ടി. നാടിന് ചെയ്തില്ല, കോൺഗ്രസിന്റെ ഒരു ഒറ്റ സ്ഥാനം ചെയ്തില്ല. പക്ഷെ അഴിമതി റെക്കോർഡ് ലെവലിലെത്തി. ഇതാണ് വ്യത്യാസം. ജനങ്ങളുടെ അവസരം തരുമ്പോൾ BJP ഇന്ത്യയെ അവസരമെടുത്ത് ജനങ്ങളെ സേവിക്കാനും ജനങ്ങളുടെ കഷ്ടങ്ങൾ പരിഹരിക്കാനും അതിനുവേണ്ടി പദ്ധതികൾ, അതിനുവേണ്ടി പോളിസി, അതിനുവേണ്ടി അധ്വാനിക്കുന്ന ഒരു പാർട്ടിയാണെന്ന്
ഇതിൽ ഒരു സംശയം ആർക്കും ഉണ്ടാവാൻ പാടില്ല. ഇതാണ് വ്യത്യാസം കോൺഗ്രസും ബി ജെ പിയും. അപ്പോ ഇവിടെയോ 2016 മുതൽ ഇന്ന് വരെ 9 കൊല്ലം, ഇനി അടുത്ത കൊല്ലം 10 കൊല്ലം ആവാൻ പോകുന്നു. ഇവിടെയും ജനങ്ങൾ മാൻഡേറ്റ് കൊടുത്തു ലെഫ്റ്റിന്. അവര് ആ മാൻഡേറ്റ് എടുത്തിട്ട് എന്ത് ചെയ്തു? ഇന്ന് കടം എടുക്കാണ്ട് കേരള നാട്ടിൽ ഒരു ഇഞ്ച് മുമ്പോട്ട് പോകാൻ സാധ്യമില്ലാത്തൊരു സ്ഥിതിയാണ്. ആശാ വർക്കേഴ്സ് 100 രൂപ ശമ്പളം വർദ്ധിക്കാൻ ചോദിക്കുമ്പോൾ അതിന് കാശില്ല. KSRTC ജീവനക്കാർക്ക് കൊടുക്കാൻ കാശില്ല. സർക്കാർ പെൻഷനേഴ്സിന് കിട്ടുന്ന പെൻഷൻ 5-6 മാസം ഡിലേ ആയിട്ടാണ് വരുന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. കുഞ്ഞാലിക്കുട്ടി സാഹിബ്, മുസ്ലിം ലീഗിന്റെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് കഴിഞ്ഞൊരു 5-6 ദിവസം മുമ്പ് അസംബ്ലിയിൽ പറഞ്ഞു, ആകെ ഉണ്ടായ ഈ നാട്ടിൽ ഒരു ഹൈവേ ആണ്, ആ ഹൈവേ ചെയ്തത് നിതിൻ ഗഡ്കരി നരേന്ദ്രമോദിജിയാണ്, നിങ്ങൾ അതിന്റെ ക്രെഡിറ്റ് കൊടുക്കല്ലേ എന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇന്ത്യ അലയൻസിന്റെ ഒരു പാർട്ടി പറഞ്ഞു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട്. ഇതാണ് സത്യം. അവസരം കിട്ടുമ്പോൾ ജനങ്ങൾക്ക് കഷ്ടങ്ങൾ പരിഹരിക്കാനും ജനങ്ങളുടെ യുവാക്കളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി ഇന്ത്യയിലും നാട്ടിലും കേരള നാട്ടിലും ഒരു പാർട്ടി മാത്രമുള്ളൂ. അതാണ് BJP, അതാണ് NDA. ഇതാണ് സത്യം. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ മിന്നാരോ എന്നോട് പറഞ്ഞു, 2-ാം തീയതി നമ്മുടെ നരേന്ദ്രമോദിജി തിരുവനന്തപുരത്ത് എത്തുന്നുണ്ട് ഒരു വിഴിഞ്ഞം പോർട്ട് ഇനോഗ്രേറ്റ് ചെയ്യാൻ. അന്ന് LDF അവരൊരു ക്യാമ്പയിൻ തുടങ്ങാൻ പോകുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താണ് ക്യാമ്പയിൻ? LDF തുടരും. LDF തുടരുന്നു എന്താണ് അർത്ഥം? അപ്പൊ ആശാ വർക്കേഴ്സിന്റെ സമരം ഇനിയും തുടരുന്നു, കർഷകരുടെ വേദനയും കഷ്ടങ്ങൾ ഇനിയും തുടരുന്നു, മത്സ്യത്തൊഴിലാളി തീരദേശത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഇനിയും തുടരുന്നു, യുവാക്കൾക്ക് തൊഴിലില്ലാത്തൊരു സ്ഥിതി ഇനിയും തുടരുന്നു. എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? തുടരുന്നു. വേണ്ട, അങ്ങനെ ഒരു തുടർച്ച ഞങ്ങൾക്ക് ആവശ്യമില്ല. ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്, മാറ്റം വരും, ഒരു പുതിയ വികസിത കേരളം ഉണ്ടാക്കാനാണ് ജനങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ഈ ലോക്കൽ ബോഡി ഇലക്ഷനും ഈ അസംബ്ലി ഇലക്ഷനിലും നമ്മുടെ രാഷ്ട്രീയ കൾച്ചർ മാറും, മാറ്റിയേ പറ്റും. ആ മാറുന്ന കൾച്ചർ BJP NDAക്ക് ഗുണമായ ഒരു സ്ഥിതിയാണ് ഞാൻ കാണുന്നത്. നമ്മളെല്ലാവരും അധ്വാനിച്ചാൽ ജനങ്ങൾക്ക് വേണ്ട മാറ്റം കൊടുക്കാൻ നമ്മൾക്ക് കഴിവുണ്ട്, BJP NDAക്ക് കഴിവുണ്ട്, താല്പര്യമുണ്ട്, അത് നമ്മുടെ ഐഡിയോളജിയുണ്ട്. അപ്പൊ വികസനം, ജനങ്ങൾക്ക് വേണ്ട വികസനം അത് BJP മാത്രമേ ഈ നാട്ടിൽ ഒരു പാർട്ടി കൊടുക്കാൻ കഴിവുള്ള ഒരു പാർട്ടിയാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അത് നമ്മൾ എല്ലാവരോടും പറയണം. രണ്ടാമത്തെ കാര്യം, എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി. ഈ കേരളത്തിൽ ഒരു 10-20 കൊല്ലമായിട്ട് ഒരു നരേറ്റീവ് സൃഷ്ടിച്ചിരിക്കുന്നു. BJP ഒരു വർഗീയവാദി പാർട്ടിയാണ്, BJP ഒരു ഹിന്ദുത്വ പാർട്ടിയാണ്. അപ്പൊ വർഗീയവാദിയാണ്, അതുകൊണ്ട് മൈനോറിറ്റീസ് ഒന്നും BJPയുടെ അടുത്ത് പോകാൻ പാടില്ല എന്ന് ഇവര് ലെഫ്റ്റും കോൺഗ്രസും നന്നായി സൃഷ്ടിച്ചൊരു കഥ. ആ വിഷം ഇന്നും ജനങ്ങളുടെ മനസ്സിൽ, ചില കമ്മ്യൂണിറ്റി സമുദായത്തിന്റെ മനസ്സിലുണ്ട്. പക്ഷെ സത്യം എന്താണ്? അത് മുമ്പോട്ട് വെക്കണം, പറയണം. കഴിഞ്ഞ ഒരു 4-5 ദിവസം മുമ്പേ ഞാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത പെറ്റീഷൻ വായിച്ചു. അതിലെന്താണ് മുസ്ലിം ലീഗ് എഴുതുന്നത്? ഞങ്ങള് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കേരളത്തിന്റെ മുസ്ലിംസിന് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്. അവർ സമ്മതിക്കുന്നു, ഞങ്ങൾ വേറെ ആർക്കും പ്രവർത്തിക്കില്ല, ഞങ്ങളുടെ സമുദായം മുസ്ലിം കമ്മ്യൂണിറ്റി മാത്രമേ പ്രവർത്തിക്കുള്ളൂ. അത് നന്നായി ഓപ്പൺലി ഇവര് കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്ത് ഓടി നടക്കുന്ന പാർട്ടിയാണ് ഇത് പറയുന്നത്. അപ്പൊ കോൺഗ്രസോ? ഈ കോൺഗ്രസ് ഒരു വോട്ട് ബാങ്കിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. അതിന്റെ ഒരു ഉദാഹരണം ഞാൻ തരാം.
മുനമ്പം, കൊച്ചി അടുത്തൊരു ചെറിയൊരു ഗ്രാമം മുനമ്പം, തീരദേശത്തെ ഒരു ഗ്രാമം മുനമ്പം, 610 ക്രിസ്ത്യൻ ഫാമിലീസ് 35 കൊല്ലം അവരുടെ വീടും പ്രോപ്പർട്ടിയും വഖഫ് ബോർഡ് അവര് ഗ്രാബ് ചെയ്യുമ്പോൾ അവരുടെ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആരും പോയിട്ടില്ല. LDFും പോയില്ല, കോൺഗ്രസും പോയില്ല. കോൺഗ്രസ് എന്തുകൊണ്ട് പോയില്ല? കോൺഗ്രസിനാണ് ഇവര് 35 കൊല്ലം വോട്ട് കൊടുത്തത്. എന്നാലും എന്തുകൊണ്ട് പോയില്ല? കാരണം കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക് പോളിറ്റിക്സിന്റെ കാൽക്കുലേഷനില് 610 വോട്ടിന് ചില്ലറ വോട്ടല്ലേ. നമുക്ക് വലിയൊരു വോട്ട് ബാങ്ക് ഇല്ലേ. ഇവരെ വഞ്ചിക്കുന്നത് ശരി, വഞ്ചിക്കാം, നമുക്ക് മറ്റേ വോട്ട് ബാങ്ക് പോകും. അപ്പൊ അവരുടെ ഒരു കാഴ്ചപ്പാടും അവരുടെ ഒരു തിങ്കിങ്, പൊളിറ്റിക്കൽ തിങ്കിങ് അങ്ങനെയാണ്. എവിടെയാണ് വോട്ട് ബാങ്ക് അവിടെ ഓടിച്ചാടി കുതിച്ചു പോകും. ഞാൻ 6 ദിവസം മുമ്പേ ഈ 22-ാം തീയതി നടന്ന ജമ്മു കാശ്മീരിൽ നിരപരാധിയായ സാധാരണക്കാരനെ മതം ചോദിച്ചു കൊന്ന പാകിസ്ഥാനി ഭീകരവാദിയെ പറ്റി പറഞ്ഞപ്പോൾ കുതിച്ചു വന്നു കോൺഗ്രസ്സുകാർ. അയ്യോ, അത് ഇസ്ലാമോഫോബിയാണ്, ഇതാണ് തേങ്ങയാണ്, മാങ്ങയാണ്. അത് അവർ ഭയങ്കര കോമ്പറ്റീഷൻ അല്ലേ കോൺഗ്രസും CPM-ഉം. കോൺഗ്രസ്സുകാർ പറഞ്ഞ ഉടനെ വന്നു സ്റ്റേറ്റ് സെക്രട്ടറി CPM-ന്റെ അല്ല, അത് 370 ആയിരുന്നു അതിന്റെ കാരണം. പാകിസ്ഥാനി ഭീകരവാദി വരുന്നു ഇന്ത്യയിൽ, സാധാരണക്കാരൻ നിരപരാധിയെ കൊല്ലുന്നു, എന്നിട്ട് അതിന്റെ കുറ്റം നമ്മളല്ല. അത് എന്തിനാണ് ന്യായീകരിക്കുന്നത്? അവര് ന്യായീകരിക്കുന്നത്, പാകിസ്ഥാൻ ന്യായീകരിക്കട്ടെ. നിങ്ങൾ എന്തിനാണ് ചെയ്തത്? അവര് പിന്നെ അത് നിർത്തി. എന്നിട്ട് ഇന്നലെ കണ്ടല്ലോ കർണാടക കോൺഗ്രസിൽ മുഖ്യമന്ത്രി, കർണാടകയിലെ കോൺഗ്രസ് മുഖ്യമന്ത്രി, പിന്നെ അവിടെ ഒരു വലിയ മിനിസ്റ്റർ ഇല്ലല്ല, അവർ മതം ചോദിച്ചിട്ടില്ല. അല്ല, നിങ്ങൾ എന്തിനാണ് ഡിഫെൻഡ് ചെയ്യുന്നത്? അവര് പറയട്ടെ. അപ്പോ ഇതാണ് അവരുടെ ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ ഒരു ഉദാഹരണം. അവർക്ക് അങ്ങനെ പ്രവർത്തിക്കണമെന്നോ ഒന്നുമില്ല. വോട്ട് ബാങ്കിന് വേണ്ടി എന്തെങ്കിലും പറയാം, വിഷം നിറയ്ക്കാം, നുണ പറയാം, അതാണ് അവരുടെ രാഷ്ട്രീയം. എന്നാൽ BJP-യോ 2014 മുതൽ ഇന്ന് വരെ സബ്കാ സാത്ത് സബ്കാ വികാസ് പറഞ്ഞു നടക്കുന്ന ഒരൊറ്റ ആളാണ് നരേന്ദ്രമോദിജി. അദ്ദേഹം പറയുന്നതും ചെയ്യുന്നതും കോൺസ്റ്റിറ്റ്യൂഷനിൽ ബിലീവ് ചെയ്ത് വിശ്വസിച്ച് എല്ലാവർക്കും വേണ്ടി, എല്ലാവരുടെ ഒപ്പം, ഏത് പദ്ധതിയാണെങ്കിലും ഏത് സ്കീമാണെങ്കിലും എല്ലാവർക്കും വേണ്ടി ആ സ്കീം വേണ്ടത്. അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. UP-ൽ ഞാൻ ഇലക്ഷൻ മാനേജ്മെന്റ് 2021 പോയപ്പോ PM ആവാസ് യോജനയുടെ ഏറ്റവും വലിയ ബെനിഫിഷ്യറി മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്. അപ്പൊ എന്നോട് ഇന്നലെ ഞാൻ ആരോ ചോദിച്ചു, എന്തുകൊണ്ട് BJP-യിൽ മുസ്ലിംസ് വരുന്നില്ല? അപ്പൊ ഞാൻ പറഞ്ഞു, ഞങ്ങൾ എല്ലാവർക്കും പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്, എല്ലാവർക്കും എല്ലാവർക്കും വേണ്ടി അധ്വാനിക്കുന്ന ഒരു പാർട്ടിയും സർക്കാരാണ്. അവര് വരുന്നില്ലെങ്കിൽ അതിനൊരു കാരണം അവരെ മനസ്സിൽ വിഷം നിറച്ച് കോൺഗ്രസും LDF-ഉം അവർ ഇന്നുവരെ നമ്മളെ അടുത്ത് വരാൻ തയ്യാറല്ല. അത് ഞങ്ങൾ ചെയ്യുന്നതല്ലോ, ഞങ്ങൾ ചെയ്യുന്നതല്ല, ഞങ്ങൾ ചെയ്യും. അപ്പൊ എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഈ നാട്ടിൽ ഒരു പാർട്ടി ഉണ്ടെങ്കിൽ അത് BJP LDF. ഇതും ഈ സത്യവും നമുക്ക് മുമ്പോട്ട് വെക്കണം. മൂന്നാമത്തെ കാര്യം, ഇന്നത്തെ യുവാക്കൾ രാഷ്ട്രീയത്തിനെ കുറിച്ച് അത് കാണുന്നത് കേൾക്കുമ്പോൾ അവർ നെഗറ്റീവാണ്. അവരോട് ചോദിച്ചാൽ അവർ പറയും ഇവിടെ എല്ലാവരും അഴിമതി ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ അഴിമതി ഒരു ഇഷ്യൂ ആണ്. അഴിമതി രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് ചെയ്ത ഞാൻ പിന്നെ അതിനെപ്പറ്റി അങ്ങനെ ഡീറ്റെയിൽ പോകുന്നില്ല. പക്ഷെ പണ്ട് കാലത്ത് കോൺഗ്രസ് ആയിരുന്നു അഴിമതിന്റെ ഒരു പാർട്ടിയും LDF ആയിരുന്നു ഒരു ആക്രമണത്തിന്റെ പാർട്ടി. ഇതായിരുന്നു വ്യത്യാസം. LDF പണ്ട് കാലത്ത് EK നായനാർജി, VS അവരെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവരുടെ ഐഡിയോളജി നമ്മുടെ ഒരു 180 ഡിഗ്രി ഓപ്പോസിറ്റ് ആണ്.
അവർ അക്രമ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന ഒരു പാർട്ടിയാണ്. അവർ ഇന്റിമിഡേഷൻ ചെയ്യുന്ന ഒരു പാർട്ടിയാണ്. അങ്ങനെ അവർ വോട്ട് എടുക്കുന്ന ഒരു പാർട്ടിയാണ്. കോൺഗ്രസ് അഴിമതിയും രാജവംശത്തിന്റെ കാശുണ്ടാക്കാനും അത് ചെയ്യുന്ന പാർട്ടി. അപ്പൊ ഇന്നോ എന്താണ് വ്യത്യാസം? ഇവിടെയും മകളുടെ കമ്പനിയിൽ സർക്കാരിന്റെ കോൺട്രാക്ട് കിട്ടിയ കമ്പനി കാശ് കൊടുക്കുന്നു. അത് ഞാനല്ല പറഞ്ഞത്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് മിനിഞ്ഞാന്ന് കോർട്ടിൽ ഫയൽ ചെയ്ത ഒരു കംപ്ലൈന്റിൽ പറയുന്നതാണ്. വീണ വിജയന്റെ കമ്പനി എക്സാലോജിക് സിസ്റ്റംസിൽ ഒരു പണി ചെയ്യാണ്ട്, ഒരു സർവീസും കൊടുക്കാണ്ട് കാശ് കമ്പനിയിൽ നിന്ന് വരുന്നത് ഒരു കമ്പനിയിൽ നിന്ന്. ആ കമ്പനിയുടെ ഷെയർ ഹോൾഡറാണ് സംസ്ഥാന സർക്കാർ. അപ്പോ പബ്ലിക്കിന്റെ കാശ് ഒരു കമ്പനിയിൽ ഇടുന്നു. ആ കമ്പനി കാശ് ഇടുന്നു മുഖ്യമന്ത്രിയുടെ മോളുടെ കമ്പനിയിൽ. അത് LDF ചെയ്യുന്ന അഴിമതി. അവിടെ കോൺഗ്രസോ ഒരു 5000 ഷെയർ ഹോൾഡേഴ്സ് ഉള്ള കമ്പനീന്റെ പ്രോപ്പർട്ടീസ് എല്ലാം എടുത്ത് 2000 കോടിന്റെ പ്രോപ്പർട്ടീസ് എടുത്തിട്ട് അമ്മയും മകനും മോളും ഒരു നല്ലൊരു കമ്പനി ഉണ്ടാക്കി അതിന് പോക്കറ്റ് ഇല്ല. ഇതാണ് അവരുടെ ഒരു സിസ്റ്റം. ഇതിനാണ് അവർ രാഷ്ട്രീയം ചെയ്യുന്നത്. ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, ജനങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസം കൊണ്ടുവരാനല്ല അവർ ചെയ്യുന്ന രാഷ്ട്രീയം. അവരെ പോക്കറ്റ് നിറയ്ക്കുക, അവർ അഴിമതി ചെയ്യുക, അവരുടെ കുടുംബവും അവരുടെ ഫ്രണ്ട്സ് നന്നായി വരിക, അതിനു വേണ്ടിയിട്ട് അവർ രാഷ്ട്രീയം. ഇന്ന് 11 കൊല്ലമായി നരേന്ദ്രമോദിജി സെൻട്രൽ ഗവൺമെന്റ് 11 ഇയേഴ്സ് 11 കൊല്ലം ഒറ്റ അഴിമതി കേസ് ഈ ഗവൺമെന്റിൽ ഉണ്ടായിട്ടില്ല. അപ്പൊ നരേന്ദ്രമോദിജി ചെയ്യുന്ന കാര്യം ജനങ്ങൾക്ക്, പ്രവർത്തിക്കുന്നതും അധ്വാനിക്കുന്നതും ജനങ്ങൾക്ക്, അഴിമതി ഇല്ലാത്തൊരു സർക്കാർ ആദ്യമായിട്ട് ഈ നാട് കാണുന്നുണ്ട്, ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ ഈ മൂന്നാമത്തെ കാര്യമാണ് അഴിമതി. ഈ 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ ഒരു നറേറ്റീവ്. ഞാൻ ഇന്നും എന്നെ മാധ്യമങ്ങൾ പറഞ്ഞു, നിങ്ങളെ മുണ്ടിനെ പറ്റി എന്തോ പറയുന്നു, നിങ്ങളുടെ മലയാളത്തിനെ കുറിച്ച് എന്തോ പറയുന്നു, നിങ്ങളുടെ രാഷ്ട്രീയ നോളജിനെ കുറിച്ച് പറയുന്നു. ഇതെല്ലാം അവർ ചെയ്യും. പക്ഷേ നമുക്ക് ഒരു ഡയറക്ഷനിലാണ് പോകേണ്ടത്, വികസിത കേരളം. ആ ഡിസ്കോഴ്സും ആ ഡിബേറ്റ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. ആ ഡിസ്കോഴ്സ് 3 കാര്യങ്ങൾ: വികസനം ചെയ്യാനുള്ള കഴിവുള്ള പാർട്ടിയും, റെക്കോർഡുള്ള പാർട്ടിയും, റിപ്പോർട്ട് കാർഡുള്ള പാർട്ടിയാണ് BJP. എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്ന, സിൻസിയറായിട്ട് പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് BJP. നമ്മൾ നരേന്ദ്രമോദിജിയാണ് അതിന്റെ പ്രധാന സേവകൻ. അഴിമതിയെ ഫൈറ്റ് ചെയ്യുന്ന ഒരു പാർട്ടിയാണ് BJP, NDA. ഇതാണ് നമുക്ക് പറയുന്നത്. ഇത് കേൾക്കാൻ ഇവർ തയ്യാറാവില്ല. ആര്? കോൺഗ്രസ് NDA. അവർ എന്ത് അവരുടെ ഒരു ക്യാമ്പയിൻ, മിസ്ഇൻഫോർമേഷൻ, എന്നെ ടാർഗറ്റ് ചെയ്യുക, ലീഡേഴ്സിനെ ടാർഗറ്റ് ചെയ്യുക, നുണ പറയുക, മിസ്ഇൻഫോർമേഷൻ ചെയ്യുക, അതെല്ലാം നടക്കും. പക്ഷേ പ്രവർത്തകരായി നമ്മുടെ ഒരു ടീം വികസിത കേരളം, ടീം വികസിത കോഴിക്കോട് നോർത്ത് ഒരു മെമ്പറായി നമ്മൾക്ക് പറയാനുള്ളത് ഇതാണ് പറയുന്നത്. ഈ വികസന സന്ദേശം ജനങ്ങളുടെ വീട് കയറി ഇറങ്ങി ഈ വികസന സന്ദേശം, BJPന്റെ വ്യത്യാസവും BJPന്റെ കമ്മിറ്റ്മെന്റ് എല്ലാ വീട്ടിലെത്തണം. അവരെ നുണയെ ഡിഫീറ്റ് ചെയ്യാൻ നമ്മുടെ സത്യം മുമ്പോട്ട് വെക്കണം. അവർ നുണ പറയും, ആ നുണയെ നമ്മൾ തകർത്തി പരാജയപ്പെടണം. അത് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സത്യവും നമ്മളൊരു അധ്വാനം. അവസാനത്തിൽ എനിക്ക് 1-2 ചെറിയ കാര്യങ്ങൾ പറയാം. ജനങ്ങൾക്ക് മാറ്റം വേണമെന്ന് എല്ലാ സർവേയും പറയുന്നത്. അതിനൊരു സംശയം ആർക്കും ഉണ്ടാവാൻ പാടില്ല. മാറ്റം വേണം. അത് യുവാക്കളാണോ, കർഷകരാണോ, മത്സ്യത്തൊഴിലാളികളാണോ, എവിടെയാണെങ്കിലും ജനങ്ങൾക്ക് ഒരു പുതിയൊരു കേരളം, ഈ ഡയറക്ഷൻ, കേരളം പോകുന്ന ആ ട്രജക്ടറിയിൽ നിന്ന് മാറ്റണം. അത് നമുക്ക് ചെയ്യാൻ കഴിയും, നമുക്ക് മാത്രമേ ചെയ്യാൻ കഴിയൂ. അത് വിശ്വസിച്ചിട്ട് അടുത്ത 6 മാസം നന്നായി അധ്വാനിക്കുക. നല്ല ഫോക്കസ് ആയിട്ട് നമ്മൾ അധ്വാനിക്കണം.
എന്താണ് ചെയ്യേണ്ടത് 6 മാസത്തിന്റെ സ്ട്രാറ്റജി അഡ്വക്കേറ്റ് സുരേഷ് രണ്ടാമത്തെ സെഷന് മുമ്പോട്ട് വയ്ക്കും. പക്ഷെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, കേരള രാഷ്ട്രത്തിന്റെ ചരിത്രത്തിൽ ഈ വരുന്ന സമയം, വരുന്ന 2 ഇലക്ഷൻസ് ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റത്തിന്റെ ഇലക്ഷൻസ് ആയിട്ട് കാണണം. അത് ആവും, അങ്ങനെയാണ് ആവാൻ പോകുന്നത്. ആ സീരിയസ്നെസ് കൊണ്ട് നമ്മൾ അധ്വാനിക്കണമെന്ന് ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. അവസാനത്തിൽ ഞാൻ എല്ലാ ഡിസ്ട്രിക്റ്റിലും പറയുന്നത് ഞാൻ ഇവിടെയും പറയുന്നു. ഞാൻ ചുമതല ഏറ്റ ദിവസം പറഞ്ഞ ഒരു കാര്യം ഞാൻ ഇന്ന് റിപ്പീറ്റ് ചെയ്തു. എനിക്ക് ഈ ചുമതല കാണുന്നത് ഞാൻ നേതാവ് ആവാനല്ല ഞാൻ കാണുന്നത്. അങ്ങനെയല്ല ഞാൻ കാണുന്നത്. ഇവിടെ വികസിത കേരളത്തിന് വേണ്ടി, നമ്മുടെ പാർട്ടിനെ അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ആത്മാർത്ഥമായ പ്രവർത്തിക്കുന്നവരെ നേതാവ് ആക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതാണ് എന്റെ ഒരു വിഷയം, എന്റെ ഒരു സൗകര്യം. അപ്പൊ അതൊന്ന് മനസ്സിൽ വെക്കണം. അടുത്ത 6 മാസം നമുക്കൊരു പെർഫോമൻസ് കാണിക്കാൻ ഒരു 6 മാസം ആയിട്ടും നമ്മളെല്ലാവരും കാണണം. എത്രയോ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, എത്രയോ മാറ്റം കൊണ്ടുവരാനുണ്ട്. ഇതുവരെ മാറാത്തത് ഇനി മാറും എന്ന് പറഞ്ഞ് ഞാൻ വാക്ക് ചുരുക്കുന്നു. എല്ലാവർക്കും നമസ്കാരം, നന്ദി, ജയ് ഹിന്ദ്, ഭാരത് മാതാ കി.